വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PYQ സീരീസിൻ്റെ 2024-25 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക കേട്ടോ. പിന്നെ പോരാത്തിന് നമ്മുടെ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ നമ്മൾ ധാരാളം ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PYQ നന്നായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. കോപ്പറേറ്റീവിലോ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് മെസ്സേജ് അയക്കി ചോദിക്കുക കേട്ടോ. നമ്മൾ ആ കോപ്പറേറ്റീവിലോടെ കോഴ്സ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് അന്ന് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1060/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ മുമ്പ് കഴിഞ്ഞത് കേട്ടോ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 619 ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 ബന്ധപ്പെട്ട് വൺ നേഷൻ വൺ ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഫാക്ട്സ് ഡിസ്കസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കാരണം നമുക്ക് ഇത്രയും കൂടി ഫാക്ട്സ്, അതായത് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 ബന്ധപ്പെട്ട് കുറച്ചും കൂടി അഡീഷണൽ ഫാക്ട്സ് ഒന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ. അന്ന് അങ്ങനെ നിർത്തി. അപ്പം ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇത്രയും കൂടി ഒന്ന് നമ്മൾ വൈഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ ലോഞ്ച് ചെയ്ത ഡേറ്റ് പഠിക്കുകയാണെങ്കിൽ ഓംബുഡ്സ്മാൻ്റെ സ്കീം മുമ്പേ ഉള്ളതാണ്, RBI കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ IOS എന്നുള്ള പേരിൽ കൊണ്ടുവന്നത് 2021 കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ലോഞ്ച് ചെയ്തത് നവംബർ 12, അതായത് 12, 11, 21 എന്ന് പഠിച്ചാൽ മതി. 12, 11, 21 നല്ലൊരു ഫാൻസി നമ്പർ പോലെയല്ലേ. 12, പിന്നെ 11, പിന്നെ 21. ഓക്കെ, അപ്പോൾ 3 ഓംബുഡ്സ്മാൻ്റെ സ്കീമുകളായിരുന്നു. അതെല്ലാം കൂടി അന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ ഓംബുഡ്സ്മാൻ ആയിരുന്നു. ഓരോ ഭാഗങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ കൂട്ടർക്കും ഓരോ ഓംബുഡ്സ്മാൻ ആയിരുന്നു. പിന്നെ ഇതെല്ലാം കൂടി മെർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ സ്കീമിലേക്ക് കൊണ്ടെത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006 ഉണ്ടായിരുന്നു. അതുപോലെ നോൺ ബാങ്കിങ് NBFCക്ക് 2018 ഒരു ആക്ട് വന്നായിരുന്നു. അതുപോലെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിന് വേണ്ടി 2019 വന്നിരുന്നു. ഇപ്പോൾ അതല്ല, എല്ലാം കൂടി ഒരു കൊടക്കീഴിലാണ്. എല്ലാവർക്കും കൂടി എന്താണ് ഒരു സിംഗിൾ ഓംബുഡ്സ്മാനാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. സോ അത് ഒരു വലിയ മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ചു വെക്കണം. 12, 11, 2021 നന്നായി ഓർത്തു വെച്ചോളൂ കേട്ടോ. പിന്നെ ഈ സ്കീം എല്ലാ ഗ്രൗണ്ടിലും എല്ലാ കംപ്ലൈൻറ്റുകളും കവറേജ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. ഓക്കെ, അവരുടെ ജൂറിസ്ട്രിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവിടെ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതായത് ഈ RBIOS 2021 എന്നും അറിയപ്പെടും കേട്ടോ ഇത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുള്ള കണ്ടൻസൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആരൊക്കെ ഉൾപ്പെടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉൾപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദി ഷെഡ്യൂൾഡ് ബാങ്ക്സ് എല്ലാവരും ഉണ്ട്. UCB ഉൾപ്പെടെ കേട്ടോ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉൾപ്പെടെ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും ഉണ്ട്. പിന്നെ നോൺ ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവിങ് ഡെപ്പോസിറ്റ് ഓഫ് ₹50 crores ആൻഡ് എബവ്, 50 കോടിക്കും അതിൻ്റെ മുകളിലുമുള്ളവർ അവരെ മാത്രമാണ് പറയുന്നത്. അതിന് താഴെയുള്ളവരെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അവരാണ് ഈ ന്യൂ സ്കീമിൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആർക്കെതിരെയാണ് നമുക്ക് ഓംബുഡ്സ്മാൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ഒരു പരാതി പരിഹാര സംവിധാനമാണല്ലോ. അപ്പോൾ ആർക്കൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കവർ ചെയ്യാമെന്ന് പഠിക്കണമല്ലോ. അതുകൊണ്ടാണ് ഓൾ ദ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും ഉണ്ട്, ഇൻക്ലൂഡിങ് UCBs, അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് പ്രൈമറി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് വരും. അപ്പോൾ അതിൽ അവർക്ക് ഹാവിങ് ഡെപ്പോസിറ്റ് ഓഫ് ₹50 crores ആൻഡ് എബവ് ഉള്ളവർ ഇതിൽ ഉൾപ്പെട്ടവരാണ്. പിന്നെ എല്ലാ തരത്തിലുള്ള NBFCs ഉണ്ട്, പക്ഷേ ഹൗസിംഗ് ഫിനാൻസ് ഇല്ല കേട്ടോ. NBFCs ഉണ്ടെങ്കിലും ഹൗസിംഗ് ഫിനാൻസിന് എക്സെപ്ഷൻ ഉണ്ട്. സോ അതൊന്ന് പഠിച്ചു വെക്കണം. ഇതിൽ എക്സെപ്റ്റഡ് ആയിട്ടുള്ളത് NBFCs ഉണ്ടെങ്കിലും അവിടെ എക്സ്ക്ലൂഡിംഗ് എന്നാണ് പറഞ്ഞത്. ഹൗസിംഗ് ഫിനാൻസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് NBFCs ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓർ ഹാവിങ് കസ്റ്റമർ, അതായത് അവരുടെ അസറ്റ് 100 കോടിക്ക് മുകളിലുള്ളവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എല്ലാ തരത്തിലുള്ള ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കമ്പനീസ് ഉണ്ടല്ലോ, അത് വരും. പിന്നെ പേയ്മെൻറ്റ് സിസ്റ്റം പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ അവരും വരും. അവർക്കെതിരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം എന്നാണ് അതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കേണ്ടത് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതൊരു ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറമാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റെഗുലേറ്റഡ് ഇതിനെയാണ് ഈ റെഗുലേറ്റഡ് എൻറ്റിറ്റി എന്ന് പറയുക. RE എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് റെഗുലേറ്റഡ് എൻറ്റിറ്റിയാണ്. അവരുടെ എന്തിന് അഗേൻസ്റ്റാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്? ഡെഫിഷ്യൻസി ഇൻ സർവീസ്, അതിനെതിരെയാണ് കൊടുക്കുന്നത്. RBI ഓംബുഡ്സ്മാൻ ഈസ് എ സീനിയർ ഓഫീസർ ആയിരിക്കും. RBI ആണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. RBI ഓംബുഡ്സ്മാൻ ഈസ് എ സീനിയർ ഒഫീഷ്യൽ ഓഫ് RBI അപ്പോയിൻറ്റഡ് ബൈ RBI ടു റിഡ്രസ് ദ കംപ്ലൈൻറ്റ്സ് ഫ്രം കസ്റ്റമേഴ്സ് ഓഫ് ദ REs. RE എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് എൻറ്റിറ്റി. ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ എന്താണ്? റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ആണ്. എഗെയിൻസ്റ്റ് ഡെഫിഷ്യൻസി ഇൻ സർവീസ്, അവരുടെ സർവീസിൽ നിന്ന് ഡെഫിഷ്യൻസി നേരിടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരാതിയായിട്ട് ഈ ഒരു ഓംബുഡ്സ്മാൻ്റെ കീഴിലേക്ക് പോകുന്നത് അല്ലേ? ഓക്കെ, പരിധിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്നാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്? പിന്നെ ആരെല്ലാമാണ് ഈ സ്കീമിൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ളത്? പിന്നെ RBI ഓംബുഡ്സ്മാൻ ആരാണ്? ഒരു സീനിയർ ഓഫീസർ ഓഫ് ദ RBI ആണ്. പിന്നെ ഏത് തരത്തിലുള്ള കംപ്ലൈൻറ്റുകളാണ് നമ്മളിവിടെ ഫയൽ ചെയ്യേണ്ടത്? ആർക്കെതിരെയാണ്? റെഗുലേറ്റഡ് എൻറ്റിറ്റിക്ക് എതിരെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. അവരുടെ ഡെഫിഷ്യൻസി ഇൻ സർവീസിന്മേലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഇൻ സർവീസിന്മേലെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൂടാതെ ഈ ഒരു ഇതിൻ്റെ പരിധിയിൽ ഓൺലൈൻ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല കേട്ടോ. ഇത്ര എമൗണ്ടിന് മുകളിൽ കൊടുക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല, ലിമിറ്റൊന്നുമില്ല. പക്ഷേ ഈ ആൾ നമുക്ക് 20 ലാക്കാണ് മാക്സിമം അനുവദിച്ച് തരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ പവേഴ്സിൽ അവാർഡ് കോമ്പൻസേഷൻ അപ് ടു 20 ലാക്കാണ് പറയണത്. പിന്നെ നമുക്ക് മെൻ്റൽ അഗണി അങ്ങനത്തെ ഉണ്ടല്ലോ, നമ്മളെ മാനസികമായിട്ടുള്ള വിഷമം, അതിന് 1 ലാക്കാണ് മാക്സിമം എമൗണ്ട്. അതിന് 1 ലാക്കും മറ്റേതിന് 20 ലാക്സുമാണ് എമൗണ്ട് പറയുന്നത്. സോ ആ എമൗണ്ട്, അതായത് അവാർഡ് പാസ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആർക്കാണ് ശരിക്കും പരാതി ആദ്യം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് എൻറ്റിറ്റിക്കാണ് നമ്മൾ ആദ്യം പരാതി ഫയൽ ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നേരിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി സർവീസ് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് ഓംബുഡ്സ്മാനല്ല നമ്മൾ പരാതി കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് റെഗുലേറ്റഡ് എൻറ്റിറ്റിക്കാണ്. അപ്പോൾ റെഗുലേറ്റഡ് എൻറ്റിറ്റിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം അവർക്ക് നമുക്കൊരു വരണം, റിപ്ലൈ തരണമല്ലോ. റിപ്ലൈ തരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 1 ഇയറിനുള്ളിൽ 1 ഇയറിനുള്ളിൽ കൊടുത്താൽ മതി. നമുക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓംബുഡ്സ്മാനെ സമീപിക്കേണ്ട ഒരു ലിമിറ്റേഷൻ പീരിയഡാണ് പറഞ്ഞത്. 1 ഇയറിനുള്ളിലാണ്. 1 ഇയർ ആൻഡ് 30 days ആണ് പറഞ്ഞത്. അപ്പോൾ 30 days സമയം ഇവർക്ക് കൊടുക്കാം. 30 daysനുള്ളിൽ തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആരുടെ അടുത്തേക്ക് പരാതിയും കൊണ്ടുപോവാം? നമുക്ക് ഓംബുഡ്സ്മാൻ്റെ അടുത്തേക്ക് പരാതിയും കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. വിത്തിൻ 1 ഇയർ ഓഫ് റെസിപ്റ്റ് ഓഫ് റിപ്ലൈ ഈ ഒരു 1 ഇയറിനുള്ളിൽ നമ്മൾക്ക് കാത്തിരിക്കാം. കംപ്ലൈൻറ്റൻറ്റിന് കൺസേൺഡ് എൻറ്റിറ്റിക്ക് കൊടുത്തു. പക്ഷേ ഇനിയിപ്പോൾ കൺസേൺഡ് എൻറ്റിറ്റി ഒരു റിപ്ലൈ തന്നു എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ നമുക്ക് അതിലെന്തില്ല? സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള പരാതിമേൽ ഒരു റിപ്ലൈ ആര് തന്നു? റെഗുലേറ്റഡ് എൻറ്റിറ്റി തന്നു. പക്ഷേ ആ തന്നിട്ടുള്ള അവാർഡിന്മേൽ അല്ലെങ്കിൽ തന്നിട്ടുള്ള റിപ്ലൈ മേൽ നമുക്ക് എന്തില്ല? ഒരു സംതൃപ്തി തോന്നിയില്ല. അല്ലെങ്കിൽ നമ്മുടെ പരാതി അമ്പയർ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ പാർട്ട്ലി റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫുള്ളി റിജക്റ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓംബുഡ്സ്മാൻ്റെ മുമ്പാകെ പരാതി കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് എന്താണ്? ഓംബുഡ്സ്മാനല്ല പരാതി കൊടുക്കേണ്ടത്. കംപ്ലൈൻറ്റ് ഷുഡ് ബി ഫസ്റ്റ് സബ്മിറ്റഡ്. ആർക്കാണ് കൊടുക്കേണ്ടത്? റെഗുലേറ്റഡ് എൻറ്റിറ്റിക്കാണ് കൊടുക്കേണ്ടത്. റെഗുലേറ്റഡ് എൻറ്റിറ്റിക്ക് ഒരു വിത്തിൻ 1 ഇയർ ഓഫ് റെസിപ്റ്റ് ഓഫ് റിപ്ലൈ, അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക? വിത്തിൻ 1 ഇയർ ആൻഡ് 30 days ഇഫ് നോ റിപ്ലൈ റിസീവ്ഡ്. 1 വർഷവും 30 ദിവസവും കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈയും കിട്ടിയില്ലെങ്കിൽ ഫ്രം ദ എൻറ്റിറ്റി അഗെയിൻസ്റ്റ് വിച്ച് ദ കംപ്ലൈൻറ്റൻറ്റ് വാസ് മെയ്ഡ്. പിന്നെ എന്ത് ചെയ്യുക? ഈ ഇവർക്കാണ് കംപ്ലൈൻറ്റ് കൊടുക്കുക. അവരത് ഏറ്റെടുത്തതിന് ശേഷം അവർ 15 ദിവസത്തിനകം റിപ്ലൈ ചോദിക്കും. ആരോട്? റെഗുലേറ്റഡ് എൻറ്റിറ്റിയോട്. റെഗുലേറ്റഡ് എൻറ്റിറ്റി 15 ദിവസത്തിനകം റിപ്ലൈ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തില്ല? ഇവർ എന്ത് കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കേണ്ടി വരും. അവർക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പീൽ പോകാനൊന്നുമുള്ള അധികാരം അവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം അവർ 15 ദിവസം കൊടുത്തിട്ടും കൊടുത്തില്ലല്ലോ. അപ്പോൾ അത് എക്സ്പാർട്ടെ വിധി വരും. ഒരാളുടെ ഭാഗം മാത്രം കേട്ട് വിധി പ്രഖ്യാപിക്കും ഓംബുഡ്സ്മാൻ. പിന്നെ അവർക്ക് അതിനെതിരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഓവറോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡേറ്റൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കുക. നവംബർ 12, 2021. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉള്ള രീതിയിൽ നിങ്ങളത് പ്രസൻറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. ഓക്കെ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രത്യേക ജൂറിസ്ഡിക്ഷൻ ചോദിച്ചിട്ടുണ്ട്. പെക്യൂണിയറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡിസ്ട്രിക്റ്റ് ഫോറം അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അപ്പോൾ ഇപ്രാവശ്യത്തെ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കേട്ടോ ഫസ്റ്റ് വരുന്നത്. ആ ഒരു ആശയം അല്ലെങ്കിൽ അത് ആദ്യമേ വന്നതാണ് 1986 ആദ്യമായിട്ട് കൊപ്ര എന്നറിയപ്പെടും. ഇതിന് ഷോർട്ട് ഫോം കൊപ്ര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് 1986 ഫസ്റ്റ് എനാക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ 2019 ഇത് റീപ്ലേസ് ചെയ്തു. അതായത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് റീപ്ലേസ്ഡ് ബൈ 2019 ആക്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ് ഉണ്ടായത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുമ്പം ആരാണ് ഒരു കൺസ്യൂമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കൺസ്യൂം ചെയ്യണം. അല്ലാതെ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് നമ്മൾ ഒരു വെൻഡർ ഒരിക്കലും കൺസ്യൂമർ അല്ല അല്ലേ. അത് ഉപയോഗിക്കുന്ന ആളാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ. ആസ് പെർ പ്രൊട്ടക്ഷൻ ആക്ട് മാത്രമല്ല, ഏത് സെൻസിലാണെങ്കിലും കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്ന ആളായിരിക്കണം. ഓക്കെ, അപ്പോൾ പണ്ട്, അതായത് ഈ പണ്ടത്തെ 1986 ആക്ടിലുണ്ടായിരുന്ന പല കാര്യങ്ങളും 2019 വന്നപ്പോൾ മാറ്റം വന്നു. 1986 ഇ കൊമേഴ്സ് ഒന്നും ഇല്ല, ഉണ്ടോ? നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണും അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഓൺലൈൻ സംഭവങ്ങളൊന്നും അന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ആ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്നത്തെ പോലെ മാർക്കറ്റ് സജീവമല്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. അതുകൊണ്ട് തന്നെ ആ ഒരു കാലത്തിനനുസരിച്ച് മാറ്റം വേണമെന്നുള്ള പോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 മാറ്റം വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ആൻസർ നമ്മൾ പറയാം. അതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ചിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകാം കേട്ടോ. മുഴുവനൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ഇഷ്ടം പോലെ ഇനിയും പോയിൻറ്റ്സ് പറയാനുണ്ട്. പക്ഷേ നമുക്ക് മുഴുവൻ പറഞ്ഞാൽ അത് മാത്രം പറഞ്ഞിരിക്കേണ്ടി വരും. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് നമ്മളൊരു കഥ പോലെ പറഞ്ഞത്. അതൊന്ന് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാവരും വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരിക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പോരാത്തതിന് എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് കടക്കാം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദായിരുന്നു ആ സമയത്ത് ഒരു ബില്ല് വന്നപ്പോൾ സമ്മതം കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഓഗസ്റ്റ് 9, 2019 അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത്, അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ സമ്മതം കിട്ടിയതെന്ന് പറയാം. അന്ന് തന്നെ അതേ സെയിം ഡേറ്റിൽ തന്നെ ശരിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ ഇന്ത്യ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു കേട്ടോ. സോ അതുകൊണ്ട് അന്ന് തന്നെ എന്ത് ചെയ്യാം, നോട്ടിഫൈഡ് ആൻഡ് ദ ഗസറ്റ് എന്ന് പറഞ്ഞിട്ട് സെയിം ഡേറ്റാണ് എഴുതുക. ഓഗസ്റ്റ് 9, 2019 എന്ന് പറഞ്ഞ ഡേറ്റാണ്. 2 ഡേറ്റാണ് ഇതിൽ പഠിച്ചിരിക്കേണ്ടത്. ഒന്ന് അതാണ്, ആ ഡേറ്റാണ്. അതായത് പിന്നെ ആരുടെ കയ്യിൽ നിന്ന്, പ്രസിഡൻറ്റിൻ്റെ സാധാരണ ചില നിയമങ്ങളിലൊക്കെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പുവെക്കുന്നത്, പിന്നെ ലോക്സഭ പാസ്സാക്കിയതും രാജ്യസഭ പാസ്സാക്കിയതും ഉണ്ട്. എല്ലാം കൂടി പഠിച്ചാൽ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് രാംനാഥ് കോവിന്ദിൻ്റെ കയ്യിൽ നിന്ന് അസെൻറ്റ് കിട്ടിയതും ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തതും ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ഓർത്ത് വയ്ക്കാം. അതാണ് ഓഗസ്റ്റ് 9, 2019. പക്ഷേ ശരിക്കും എഫക്റ്റ് ചെയ്യുന്നത് 20 ജൂലൈ 2020 കേട്ടോ. ശരിക്കും ഒരു ഫുൾ പ്രൊവിഷൻസോട് കൂടിയിട്ട് കെയിം ഇൻ ടു എഫക്റ്റ് എന്ന് പറയുന്നത് 20 ജൂലൈ 2020 ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഒരു 3 ടയർ ക്വാസി ജുഡീഷ്യൽ മെക്കാനിസം ആണെന്ന് പറയാം. നമ്മൾ നേരത്തെ ഓംബുഡ്സ്മാൻ്റെ പോലെ തന്നെ ഇത് ഒരു മെക്കാനിസം ഫോർ റീഡ്രസലാണ്. ഇത് ശരിക്കും കൺസ്യൂമർ ഡിസ്പ്യൂട്ടാണ്. കൺസ്യൂമറിൻ്റെ ഡിസ്പ്യൂട്ടിനുള്ള ജുഡീഷ്യൽ മെക്കാനിസമാണ് കേട്ടോ. ക്വാസി ജുഡീഷ്യൽ മെക്കാനിസം ആണെന്നാണ് പറയുന്നത്. ഈ ഒരു തരത്തിൽ 3 മെക്കാനിസംസ് ആണ് ഉള്ളത്. ഡിസ്ട്രിക്റ്റ് കമ്മീഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് കമ്മീഷൻസ് ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഉണ്ട്. 3 തലത്തിലുള്ള കമ്മീഷൻസ് ആണ് ഇതിലുള്ളത്. ഡിസ്ട്രിക്റ്റ് കമ്മീഷൻ ഉണ്ട്, സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ടയറിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചോദിച്ചിട്ടുള്ള ചോദ്യം വന്നിട്ടുള്ളതും അവിടുന്നാണ്. ഈ 3 ടയറിൽ അത് 2021 ആദ്യം 2019 വന്നപ്പോൾ ബാറ് വേറെയായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതല്ല അന്നുണ്ടായിരുന്നത് കേട്ടോ. 2021 പുതിയ റൂൾസ് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുകയുണ്ടായി, പുതിയ റൂൾസ് ഫോർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അപ്പോൾ അത് പഠിക്കണം നമ്മൾ, മുമ്പത്തെ പഠിക്കരുത്. 2019 ആക്റ്റിലുള്ളത് ഇപ്പോൾ മാറിയിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് റിവൈസ്ഡ് ആയിട്ടാണ് നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം കൊടുത്തതും ആ റിവിഷൻ
ബേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവിഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ റിവൈസ്ഡ് പെക്യുനറി ജൂറിസ്ഡിക്ഷൻ, അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്ന പ്രവർത്തന പരിധി, ഇത്ര കംപ്ലൈൻറ്റ് ഇത്ര ഇതിൻ്റെ ഉള്ളിൽ ആർക്കാണ് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. 50 ലക്ഷം വരെ അപ് ടു 50 lakhs എന്നാണ് പറയണത് ഡിസ്ട്രിക്റ്റ് കമ്മീഷൻസിന് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് പോയി നോക്കാം നമുക്ക്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡിസ്ട്രിക്റ്റ് ഫോറമാണ്. ഫോറം എന്നും കമ്മീഷൻ എന്നും അറിയപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാ ഉത്തരമായിട്ട് വരിക? ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഡിസ്ട്രിക്റ്റ് ഫോറം അല്ലേ. അതുകൊണ്ട് തന്നെ അപ് ടു ₹50 lakh ആണ് നമുക്കിവിടെ ഉത്തരം കൊടുക്കുക കേട്ടോ. അപ് ടു ₹50 lakh ആണ് എവിടെ? ഡിസ്ട്രിക്റ്റ് ഫോറത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മീഷൻസ് ആണ്. സ്റ്റേറ്റ് കമ്മീഷൻസ് 50 lakh മുതൽ 2 കോടി വരെയാണ്. 50 ലക്ഷം മുതൽ 2 കോടി വരെ. 50-ൽ കൂടിയതും എന്നാൽ 2 കോടിയിൽ കുറഞ്ഞതുമാണ് സ്റ്റേറ്റ് കമ്മീഷൻസ് കൊടുക്കേണ്ടത്. എന്നാൽ 2 കോടിക്ക് മുകളിലുള്ളത് മോർ ദാൻ 2 crore ആർക്കാ ഏതാണ്? അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് നാഷണൽ കമ്മീഷനാണ് കേട്ടോ. എവിടെയാണ് വരുന്നത്? നാഷണൽ കമ്മീഷനാണ്. സോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 3 ക്വാസി ജുഡീഷ്യലാണ് പറയുന്നത്. ഒന്നാമത്തെ പറയുന്നത് ഡിസ്ട്രിക്റ്റ് കമ്മീഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഫോറം എന്നറിയപ്പെടും, അപ് ടു 50 lakh. രണ്ടാമത്തെ പറയുന്നത് സ്റ്റേറ്റ് കമ്മീഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫോറം എന്നറിയപ്പെടും, അത് മോർ ദാൻ 50 lakhs to 2 crores. അടുത്തത് നാഷണൽ ഫോറമാണ്. നാഷണൽ ഫോറം മോർ ദാൻ 2 crores ആണ് പരിധി വരുന്നത്. അപ്പോൾ ഈ 3 പരിധി നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ഒരു പരിധി ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ഇനി ഏത് പരിധിയാണ് ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഇനി it may be mentioned that the Consumer Protection Act 2019 stipulates that every complaint shall be disposed of as expeditiously as possible and endeavor shall be made to decide the complaint within 3 months-നുള്ളിൽ. നോട്ടീസ് കിട്ടി 3 months-നുള്ളിൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് സമർപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയണത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാൻ പറ്റും കേട്ടോ. കംപ്ലൈൻറ്റ്സ് ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാനുള്ള സംവിധാനം എന്തുണ്ടായിരുന്നില്ല? ആദ്യം ഉണ്ടായിരുന്നില്ല. ആർക്കുണ്ടായിരുന്നില്ല? പണ്ടത്തെ ആക്ട് ഉണ്ടല്ലോ 1986 വന്നപ്പം. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പോർട്ടൽ ഉണ്ട് അങ്ങനെ ഫയൽ ചെയ്യാൻ. ഈ ദാഖിൽ പോർട്ടൽ എന്നാണ് പറയുന്നത്. ഈ ദാഖിൽ, ഇനിയിപ്പോൾ ദാഖിൽ തന്നെയാണോ വായിക്കാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ എന്ത് വേണേൽ വായിച്ചോളൂ കേട്ടോ. കണ്ടില്ലേ? ഈ ദാഖിൽ. ഓക്കെ, അപ്പോൾ അത് പ്രൊനൗൺസിയേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ് ഹാസ് സെറ്റപ്പ് ദ ഈ ദാഖിൽ പോർട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ വിച്ച് പ്രൊവൈഡ്സ്, ഇതാണ് ഹേസിൽ ഫ്രീ അല്ലെങ്കിൽ സ്പീഡി ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് കൺസ്യൂമേഴ്സിന്. അവരെ കംപ്ലൈൻ്റ് ഒന്ന് എന്താ പറയുക ഫയൽ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്തോളൂ. പിന്നെ അന്ന്, അതായത് 1986 കൺസ്യൂമർ കോർട്ടിലാണ് ഇത് ആദ്യം കൊടുക്കേണ്ടത്. അന്ന് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറഞ്ഞൊരു അതോറിറ്റി, CCPA എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള CCPA 2019 ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു വ്യത്യാസം വന്നുല്ലോ. പിന്നെ അന്ന് എന്തില്ല? അന്ന് ഓഫ്ലൈൻ മോഡ് അല്ലെങ്കിൽ ഓൺലൈൻ മോഡൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഓൾ റൂൾസ് എക്സ്റ്റെൻഡഡ് ടു ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഇ-കൊമേഴ്സിന് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസിനെതിരെയാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, തെറ്റായിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്ന പ്രോഡക്റ്റ് അല്ലാത്തൊരു പ്രോഡക്റ്റ് നമുക്ക് തരിക. നമുക്ക് കാണിക്കുമ്പോൾ വേറെ ആയിരിക്കും, പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെന്തില്ല, ആ പറഞ്ഞ അല്ലെങ്കിൽ കാണിച്ച ക്വാളിറ്റി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാം. ഡിഫക്റ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ് കംപ്ലൈൻറ്റ് കൊടുക്കാം. ഓവർ പ്രൈസിങ്, നമ്മളോട് കാണിച്ച പ്രൈസല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്, അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാം? ഓവർ പ്രൈസിങ്ങിനെതിരെയും കൊടുക്കാം. ഓക്കെ, പിന്നെ അത് കൂടാതെ മീഡിയേഷൻ സംവിധാനം, അതായത് നമ്മൾ പറയില്ലേ കോടതിയിൽ എത്തുന്നതിൻ്റെ മുമ്പേ പരിഹാരം കാണാമെന്ന് മീഡിയേറ്റർ വെച്ചിട്ട്, അങ്ങനെ ഒരു സംവിധാനം 1986 ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മീഡിയേഷൻ സംവിധാനങ്ങൾ ഉണ്ട് കേട്ടോ. മീഡിയേഷൻ, കോർട്ട് ക്യാൻ റെഫർ സെറ്റിൽമെൻറ്റ്സ് ത്രൂ മീഡിയേഷൻ എന്നാണ് പറഞ്ഞത്. കോടതിക്ക് തന്നെ എന്ത് ചെയ്യാം? 2 പാർട്ടീനും വിളിച്ചിട്ട് ഒരു കറക്റ്റ് എമൗണ്ട് സെറ്റിൽ ചെയ്തിട്ട് പിരിച്ചു വിടുകയാണ് ചെയ്യാം. അതിന് കാരണം വെച്ചാൽ സേവ്സ് ടൈം ആൻഡ് മണി അല്ലേ, സമയവും പണലാഭവും ഉണ്ട്. അപ്പോൾ അത് കാരണം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് 2019 ആക്ട് വന്നപ്പോൾ.
ഓക്കെ, അപ്പം ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആദ്യം വന്നപ്പോൾ എന്തായിരുന്നു? ആദ്യം വന്നപ്പോൾ 1986 വർഷം കേട്ടോ. ഇപ്പോൾ 2019. ശരിക്കും ഫൈനൽ അപ്പീൽ, ഇതിൻ്റെയൊക്കെ മുകളിൽ ഇനി അപ്പീൽ കൊടുക്കാനുള്ളത് സുപ്രീം കോടതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർട്ടൽ, ഈ ദാഖിൽ, അതായത് ഫയലിംഗ് കംപ്ലയൻസ് ഇലക്ട്രോണിക്കലി കൊടുക്കുന്ന ഈ ഒരു പോർട്ടലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം കേട്ടോ. ചിലപ്പോൾ ഇനി ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റിയാൽ നല്ലതല്ലേ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കൊപ്ര അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് നമുക്ക് ഇത്രയും കുറച്ച് മിനിമം അതെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ വർഷം പഠിക്കണം. വർഷം ഏതായിരുന്നു? 2 ഡേറ്റുകൾ ഓർത്തിരിക്കുക. രണ്ടും എളുപ്പമാണ് ഓർത്തിരിക്കാൻ. 20 ജൂലൈ 2020 എളുപ്പമല്ലേ? മുമ്പിൽ 20 മൊത്തം 20ൻ്റെ കളിയാണ്. ജൂലൈ 2020. പിന്നെ 9 ഓഗസ്റ്റ് 2019. അവിടെ അതെ 9 എല്ലായിടത്തും. 9 ഓഗസ്റ്റ് 2019 9 ഉണ്ട്. പിന്നെ 3 ടയർ ക്വാസി ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആ ഫോറത്തിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ആ ലിമിറ്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ദാഖിൽ പോർട്ടൽ ഇലക്ട്രോണിക്കലി കൊടുക്കാനുള്ള പോർട്ടലാണ്, ഓൺലൈനായിട്ടുള്ള പരാതി സംവിധാനമാണെന്ന് ഓർത്തിരിക്കുക. ഇ കൊമേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ചിലപ്പോൾ ചോദിക്കാം, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ചോദിക്കാം കേട്ടോ. ഡിഫക്റ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓവർ പ്രൈസിങ്ങിനെതിരെ കോർട്ടിന് എന്ത് ചെയ്യാം? മീഡിയേഷൻ വഴി സെറ്റിൽ ചെയ്യാൻ പറ്റും. സേവ്സ് ടൈം ആൻഡ് മണി. പിന്നെ അതുപോലെ കൂടാതെ 2019 പ്രകാരം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. CCPA എന്നറിയപ്പെടും. ഫൈനൽ അപ്പീൽ കൊടുക്കുന്നത് ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. പിന്നെ ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് ഇ കൊമേഴ്സൊക്കെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ഈ 2019 ആക്ട് വന്നപ്പോഴാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ടേം ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്? അത് നമുക്ക് അറിയണതാണ്. ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റത്തിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അറിയാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം കേട്ടോ. SHG എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ അല്ലേ. അത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കേജ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ കൺസെപ്ച്വലൈസ് ചെയ്തത്? മുഹമ്മദ് യൂനസ് ആയിരുന്നു അല്ലേ. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് ആയിരുന്നു ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത് 1983 ആയിരുന്നു കേട്ടോ. ഓക്കെ, ഏതൊരു സ്ഥാപനമായിരുന്നു, അതായത് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ചുവട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക. ഇപ്പം നമ്മളെ കുടുംബശ്രീകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അല്ലേ. കുടുംബശ്രീകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ആദ്യം ബംഗ്ലാദേശിലാണ് ഈ ഒരു രജിസ്ട്രേഷനൊന്നും ആവശ്യമില്ല കേട്ടോ. രജിസ്ട്രേഷനൊന്നും ആവശ്യമില്ല സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക്. ശരിക്കും അത് ഈ നബാർഡാണ് നമ്മുടെ ലിങ്കേജ് പ്രോഗ്രാമൊക്കെ കൊണ്ടുവന്നത്. SHGയും ബാങ്കും തമ്മിൽ ലിങ്കേജ് പ്രോഗ്രാം കൊണ്ടുവന്നത് എവിടെയാണ്? പിന്നെ നമ്മുടെ നബാർഡാണ്. പിന്നെ പോരാത്തതിൻ്റെ ഒരു ഇൻഫോർമൽ അസോസിയേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരേപോലത്തെ ആൾക്കാർ പിയർ കൺട്രോൾ ചെയ്തിട്ടുള്ള ഇൻഫോർമൽ അസോസിയേഷനാണെന്ന് പറയാം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. സേവിങ്സും ത്രിഫ്റ്റിനും, പിന്നെ അതുപോലെ ഇൻറ്റേർണൽ ലെൻഡിങ് ഉണ്ട്. ഡിസ്കസിങ്, അവരവരുടെ സ്വയം പ്രോബ്ലംസൊക്കെ ഡിസ്കസ് ചെയ്യും. ഐഡിയൽ സൈസ് എന്ന് പറഞ്ഞാൽ 10 to 20 വരെയാണ് ഐഡിയൽ സൈസ് പറയുന്നത്. മിനിമം 5 ആയാലും കുഴപ്പമില്ല. 20 കൂടിയാലും എന്താ പറയുക, ഇൻഫോർമൽ ഗ്രൂപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ അതിനെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. 20 കൂടിക്കഴിഞ്ഞാൽ അത് ഇൻഫോർമൽ ഗ്രൂപ്പ് അല്ല. പക്ഷേ ഈ നമ്മുടെ ഈ മലപ്രദേശം അല്ലെങ്കിൽ ഹില്ലി ഏരിയ ഒക്കെ ആണെങ്കിൽ മിനിമം 4 ആയാലും മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 5 ഐഡിയൽ സൈസ് പറയണത് 10 to 20 ആണ്. അതായത് ഹില്ലി ഏരിയാസിൽ മിനിമം 4 ആയാലും മതി എന്നാണ് പറയണത്. 20 കൂടി കഴിഞ്ഞാൽ ഇൻഫോർമൽ ഗ്രൂപ്പ് ആവില്ല. അപ്പോൾ അവരെ നമ്മൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് എന്ത് വേണ്ട, ഈ രജിസ്ട്രേഷനൊന്നും ആവശ്യമില്ലാത്ത രീതിയിലാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുടുംബശ്രീയാണ് ശരിക്കും പറഞ്ഞതിന് ഒന്നാന്തരം എക്സാമ്പിൾ അല്ലേ. കുടുംബശ്രീയാണ് ലാർജസ്റ്റ് SHG എന്നറിയപ്പെടുന്നത്. ഏതാണ്? കുടുംബശ്രീയാണ്. RBI ഒരു ഇൻഫോർമൽ ഗ്രൂപ്പായിട്ടുള്ള റെക്കഗ്നീഷൻ കൊടുത്തിട്ടുണ്ട് SHGക്ക്. അത് എന്നാണ്? 1991 കേട്ടോ. 1991 ഇവരെന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് എന്നുള്ളൊരു വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർ കറക്റ്റായിട്ട് മീറ്റിങ്ങുകളൊക്കെ കൂടണം കേട്ടോ. കറക്റ്റായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ കൂടണം. എങ്കിൽ മാത്രമേ
ഇത് ഈ ഒരു രീതിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ SHG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഭാഗമാണ്? മൈക്രോ ഫിനാൻസിൻ്റെ ഭാഗമാണെന്ന് പറയാം. മൈക്രോ ഫിനാൻസിൻ്റെ ഭാഗമാണ് എന്ത് SHG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്? മൈക്രോ ഫിനാൻസ് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ശരിക്കും സ്മോൾ ലോൺസ് ആണ് അല്ലേ, അല്ലെങ്കിൽ സ്മോൾ ലോൺസ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ടു ദ പുവർ. അതായത് ഹു ആർ എക്കണോമിക്കലി പുറന്തള്ളപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എവിടെയും ഫോർമൽ ബാങ്കിങ് എത്തിപ്പെടാത്ത മേഖലയിൽ കൊടുക്കുന്ന സ്മോൾ ലോൺസിനെയാണ് ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ സ്മോൾ സൈസ് ഓഫ് ലോൺസ് ആയിരിക്കും, പിന്നെ ഷോർട്ടർ റീപേയ്മെൻറ്റ് പീരീഡ് ആയിരിക്കും, അതുപോലെ തന്നെ റീപേയ്മെൻറ്റ് അടയ്ക്കുന്ന പരിധികളും ചെറുതായിരിക്കും, സ്മോളർ ആയിരിക്കും കേട്ടോ. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളെ ഇന്ത്യയിൽ സേവ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇളാബട്ട് 1971 നമ്മുടെ ഗുജറാത്ത്, അഹമ്മദാബാദ് ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ആദ്യം തുടങ്ങിയത് ഈ സേവയാണ് കേട്ടോ. സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 1974 ഒരു സ്ഥാപനം തുടങ്ങി. അതായിരുന്നു ശരിക്കും ഇതൊരു എന്താ പറയുക, അവരാണ് സേവാ ബാങ്ക് എന്ന് പറഞ്ഞ് തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ സേവ എന്ന് പറഞ്ഞിട്ടുള്ള അസോസിയേഷൻ ഒരു ബാങ്ക് ഉണ്ടാക്കി. അപ്പോൾ അതാണ് ശരിക്കും മൈക്രോ ഫിനാൻസിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സേവ ഫൗണ്ട് ചെയ്തത് ആരാണ്? ഇളാബട്ടാണ് കേട്ടോ. ശരിക്കും ഒരു അസോസിയേഷനായിട്ട് 1971 തുടങ്ങി, 74 ആയപ്പോഴേക്കും അവരൊരു ബാങ്കായിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ വേൾഡിൽ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് യൂനുസ് തന്നെയാണ് ഇത് ഗ്രാമീണ ബാങ്ക് മോഡൽ തുടങ്ങിയത് അദ്ദേഹമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മൈക്രോ ഫിനാൻസിൻ്റെയും ഗ്രാമീണ ബാങ്കുകളുടെയും SHD ഒക്കെ ഫാദറായിട്ട് കണക്കാക്കുന്നത് മുഹമ്മദ് യൂനുസിനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ NBFCs, MFIs എന്നൊക്കെ പറയും. അവരൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്? RBI തന്നെയാണ് കേട്ടോ അവരൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SHD ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ നബാർഡാണ് SHGക്ക് താങ്ങും തണലും കരുത്തൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. SHGക്ക് ഒരുപാട് കാര്യങ്ങൾ നബാർഡ് വഴി ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം കൊണ്ടുവന്ന വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1992 കേട്ടോ. നബാർഡിൻ്റെയും ബാങ്കുകളുടെയും ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം വന്ന വർഷം 1992. സിഡ്ബിയും അവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വായിച്ച് നിങ്ങൾ എഴുതുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ JLG എന്ന് പറഞ്ഞ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. JLG അത് പറയുന്നത് 4 to 10 ഇൻഡിവിജ്വൽസ് ആണ്. അത് കൊളാട്രൽ ഫ്രീ ലോൺസ് ഗ്രൂപ്പ് മെക്കാനിസം തന്നെയാണ് നോർമലി. പക്ഷേ അവരൊരു മ്യൂച്വൽ ഗ്യാരണ്ടിക്ക് പുറത്ത് കൊളാട്രൽ ഫ്രീ ലോൺസ് കൊടുക്കുന്നത്, ബാങ്ക്സ് കൊളാട്രൽ ഫ്രീ ലോൺസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവം തന്നെയാണ് ഈ JLG ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഉത്തരം നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എന്താണ്? മൈക്രോ ഫിനാൻസ് ആണ് കേട്ടോ. മൈക്രോ ഫിനാൻസ് ആണ്. ഇളാബട്ടിനെ ആലോചിക്കുക, ഇളാബട്ടിൻ്റെ സേവാ ബാങ്ക് ആലോചിക്കുക, അഹമ്മദാബാദിലാണ് ഗുജറാത്തിലാണ് വന്നതെന്ന് ആലോചിക്കുക, 71ഉം 74ഉം ആലോചിക്കുക. പിന്നെ SHGയുടെ ലിങ്കേജ് പ്രോഗ്രാം ആലോചിക്കുക. 1992 നബാർഡിനെ അവിടെ കണക്ട് ചെയ്ത് വെക്കുക. മുഹമ്മദ് യൂനിസ് ആണ് ഫാദർ എന്നറിയപ്പെടുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം. ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലോൺ ടാർഗറ്റ് ഫോർ വീക്കർ സെക്ഷൻ ബെനിഫിഷ്യറീസ് ഫോർ ബാങ്ക്സ് അതർ ദാൻ RRB ആസ് പെർ ന്യൂ പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ്? ഈ പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ് നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ. നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ്. അപ്പോൾ നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് പോയി കണ്ടോളൂ കേട്ടോ. നമ്മൾ UCBD ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ളത് UCB അല്ല, RRB ആണ്. അതർ ദാൻ RRB ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ന്യൂ പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ് അതർ ദാൻ RRB ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിവിടെ UCB കൊടുത്തത് എപ്പോഴും UCB ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും UCB ചോദിക്കാറുണ്ട്. അപ്പോൾ UCBയുടെ ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ 60% ആണ്. അത് കാണുന്നത് അറിയാമല്ലോ നമുക്ക്. INBC ഓർ COBSE വിച്ച് ഈസ് ഹയർ ആണ് അതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുക. ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ 60% ആണ്. മൈക്രോ എൻ്റർപ്രൈസിന് 7.5%, വീക്കർ സെക്ഷൻ ആണെങ്കിൽ 12% ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വീക്കർ സെക്ഷനാണ്. പക്ഷേ ആരുടെയാണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ അതർ ദാൻ RRB അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ മൊത്തം എല്ലാവരുടെയും പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു വലിയ കോളം കൊടുത്തായിരുന്നു. നമ്മൾ നന്നായിട്ടൊരു കോളൊക്കെ ചെയ്ത് പഠിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ 40% ആണ് ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ ഉള്ളത്. അതിൽ വീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% ആണ് കേട്ടോ. വീക്കർ ഏതാണ്? 12% ആണ്. പക്ഷേ ഇവർക്ക് അതായത് RRBസിന് 15% വരിക കേട്ടോ. RRBസിന് 15%. സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണെങ്കിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എന്താണ്
12% ആണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 12% ആണ്. അതർ ദാൻ RRB ആണ് ചോദിച്ചിട്ടുള്ളത്. RRB ആണെങ്കിൽ എന്തോ എഴുതണം, 15% ആണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, RRB ആണെങ്കിൽ ഏതാ എഴുതുക, 15% ആണ് എഴുതുക. അപ്പോൾ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കൊടുക്കുക എല്ലാ തരത്തിലും. ഇപ്പം വലിയ എന്താ പറയുക, വലിയ രീതിയിലുള്ള കോർപ്പറേറ്റുകൾക്ക് ലോൺ കൊടുക്കാൻ ആൾക്കാരുണ്ടാവില്ലേ, പക്ഷെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കാൻ ബാങ്കുകൾക്ക് താല്പര്യം കുറവായിരിക്കും. അപ്പോൾ RBI വേണമെന്ന് വെച്ചിട്ട് അവർക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ആണ്ട് കൊടുക്കുകയാണ്, നിർബന്ധമായിട്ട് കൊടുക്കണം, അല്ലാതെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് RRB അങ്ങോട്ട് വീതിച്ചു കൊടുക്കും. ഇവർ ഇത്ര കൊടുക്കണം, മൊത്തം കൊടുക്കുന്നതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ടാർജറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അതാണ് കാര്യം. അപ്പോൾ അതിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് അവർ നിർബന്ധമായിട്ടും കൊടുക്കണം. ഓരോ മേഖലയിൽ ഏത് മേഖലയ്ക്കാണോ വേണ്ടത് ആ മേഖലയെ തപ്പിപ്പിടിച്ച് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്മോൾ മാർജിനൽ ഫാർമേഴ്സ് ഉണ്ടായിരിക്കും, മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ടായിരിക്കും, വീക്കർ സെക്ടർ ഉണ്ടായിരിക്കും, അഗ്രികൾച്ചറിൽ ഉണ്ടായിരിക്കും. എല്ലാം കൂടെ കൂടിയതാണ് എന്ത്, ഈ പ്രയോറിറ്റി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് നമ്മുടെ BR ആക്ടിൽ 35A കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. BR ആക്ടിന് 35A കണക്ട് ചെയ്തിരിക്കണം. ശരിക്കും നാഷണൽ ക്രെഡിറ്റ് കൗൺസിലാണ് ഇങ്ങനെ ഈ ഒരു പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് കൺസെപ്ച്വലൈസ് ചെയ്തത്. RBI ആണ്. RBI 1972 പിന്നെ കൺസെപ്ച്വലൈസ് ചെയ്തു. പക്ഷേ അത് റെക്കമെൻഡ് ചെയ്തത് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലാണ് കേട്ടോ. 1967 കൂടിയ നാഷണൽ ക്രെഡിറ്റ് കൗൺസിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കൂടി എന്ത് ചെയ്യണം, ഈ ഒരു സെക്ടറിലേക്ക് കൊണ്ടുവരണം, അട്രാക്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് പ്രാധാന്യം കൊടുത്തത് നാഷണൽ ക്രെഡിറ്റ് കൗൺസിലാണെന്ന് പറയാം. ഓക്കെ, അപ്പം നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ അന്ന് 1974 72 തുടങ്ങി 74 ശരിക്കും പ്രാക്ടീസിൽ വന്നപ്പം 33.3% അന്ന് വെച്ചിരുന്നത് കേട്ടോ. പിന്നെ അത് കുറച്ച് കൊണ്ടുവരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണസ്വാമി കമ്മിറ്റിയാണ് കേട്ടോ. കൃഷ്ണസ്വാമി കമ്മിറ്റി 1980 കാലഘട്ടത്തിലുള്ള കൃഷ്ണസ്വാമി കമ്മിറ്റി ഇവിടെ റിവിഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു മേഖലകൾ എന്ന് വെച്ചാൽ 8 കാറ്റഗറീസാണ് തരംതിരിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചർ, മൈക്രോ സ്മോൾ MSME എന്ന് പറയില്ലേ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഉണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, ഹൗസിംഗ് ഉണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, റിന്യൂവബിൾ എനർജി ഉണ്ട്, അതേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ മേഖലയിലും ഇവർ ഇത്ര കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളൊരു കോളൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് തരുന്നു. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. പ്രയോറിറ്റി സെക്ടറിൻ്റെ ഈ ടാർജറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് പെർസെൻറ്റേജിലാണ് നോക്കുകയെന്ന് വെച്ചാൽ അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ്, അതാണ് ഈ ANBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് ഓർ ക്രെഡിറ്റ് ഇക്വലൻ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷർ വിച്ച് എവർ ഈസ് ഹയർ, അത് നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുക, അത് തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ UCBയുടെ പ്രത്യേകം നോക്കണം, ചിലപ്പോൾ UCBയുടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ 60% ആണ്. പിന്നെ മൈക്രോ എൻ്റർപ്രൈസുകൾക്കാണെങ്കിൽ എത്രയാണ് 7.5%, വീക്കർ സെക്ഷൻസിനാണെങ്കിൽ 12%. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് അഗ്രികൾച്ചറൊന്നും പറയുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ അവർ ആ ഫീൽഡിൽ തന്നെയാണല്ലോ ഉള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. ടോട്ടൽ പ്രയോറിറ്റി സെക്ടർ മറ്റേ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കാണെങ്കിൽ 40% കേട്ടോ. ഓക്കെ, എന്നാൽ RRBനാണെങ്കിൽ 75% RRBക്ക് വരുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കിന് വരുന്നതും 75% ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പെട്ടെന്നുള്ള. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ആ ഡീറ്റെയിൽഡ് ക്ലാസ് ഒന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ ഫാക്റ്റുകൾ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് when the loan installment is due for payment from 31 days to 60 days, the account is classified as which category of special mention accounts? അതായത് SMA ആയിട്ട് പരിഗണിക്കുന്നത് ഏത് ഡേയ്സ് നോക്കിയിട്ടാണെന്നാണ്. ഓക്കെ, അപ്പോൾ SMA അത് നമ്മുടെ നോൺ പെർഫോമിംഗ് അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ SMA ക്ലാസിഫിക്കേഷൻ വരിക കേട്ടോ. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് എന്നാണ് ഈ SMA എന്ന് പറഞ്ഞാൽ അറിയപ്പെടുക. എന്താ അറിയപ്പെടുക? സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്നാണ് ഈ SMA എന്ന് പറഞ്ഞാൽ അറിയപ്പെടുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള RBIയുടെ ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അസറ്റ് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്ന് നോക്കാം. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്താണെന്ന് ആദ്യം നോക്കാം. അതായത് സ്ട്രെസ്സ് തോന്നുക, ഒരു ലോൺ എടുത്തു, അല്ലെങ്കിൽ ആ ലോണ് കറക്റ്റായിട്ട് തിരിച്ചടവ് നടക്കുന്നുണ്ടെങ്കിൽ അത് നല്ല അസറ്റാണ്, അല്ലെ, സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന കാറ്റഗറിയിലാണ് പോവുക. പക്ഷേ എന്നാണോ തിരിച്ചടവ് മുടങ്ങുന്നത് അന്ന് മുതൽ അത് സ്ട്രെസ്സ് കാണിച്ചു തുടങ്ങും. സ്റ്റാൻഡേർഡ് അസറ്റ്
തിരിച്ചടവ് മുടങ്ങുമ്പോൾ എന്തായി മാറി? ഓരോ മാസവും തിരിച്ചടവ് മുടങ്ങുമ്പം അത് പിന്നെ പെർഫോമിംഗ് അസറ്റ് നിന്നും നോൺ പെർഫോമിംഗ് അസറ്റിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് അസറ്റ് മേ ഓൾസോ ഷോ ഇൻസെപ്പിയൻ്റ് ഒരു സ്ട്രെസ്സ് കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രെസ്സ് കാണിക്കുന്ന ഒരു കാറ്റഗറീനെയാണ് എന്ത്? സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. അവർക്ക് പ്രത്യേക ഒരു സ്പെഷ്യൽ മെൻഷൻ ആവശ്യമാണ് അല്ലേ? അവരെപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡിൽ നിന്നും NPയിലേക്ക് മാറാൻ സാധ്യത കാണിക്കുന്ന അക്കൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവരെന്നെ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0, അതായത് 1 മുതൽ SMA 0 ഉണ്ട്, SMA 1 ഉണ്ട്, SMA 2 ഉണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റും ഉണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റിനെ ശരിക്കും റെഗുലർ എന്നും ഡിലേ ഒന്നും ഇല്ലാത്തത് റെഗുലർ. സ്ട്രെസ്ഡ് എന്ന് പറഞ്ഞാൽ അവന് സ്ട്രെസ്സ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? 3 ഡിലേ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ 1 മുതൽ 90 ദിവസം, അതിൻ്റെ ഉള്ളിൽ ഡിലേ ആണ് ഈ സ്ട്രെസ്ഡ് എന്ന് പറയുക. 90 കടന്നാലോ? 90 കടന്നാൽ പിന്നെ അത് NPA ആയി, പിന്നെ അതിനെ സ്ട്രെസ്ഡ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് NPA ആയി, പിന്നെ SMAയിൽ ഉൾപ്പെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് അസറ്റുകൾ 1 മുതൽ 90 ദിവസം വരെ ഇങ്ങനെ ഡിലേ ആവുകയാണ്. 2 ദിവസം ഡിലേ, 3 ദിവസം ഡിലേ, 15 ദിവസം ഡിലേ, അങ്ങനെ 1 മുതൽ 30 ദിവസം ഡിലേ ആയവയെ SMA 0 എന്ന് പറയും. എങ്ങനെ പറയാം? 1 മുതൽ 30 ദിവസം ഡിലേ ആയവരെ പറയുന്ന പേര് SMA 0 എന്നാണ്. എന്നാൽ 31-ാമത്തെ ദിവസം മുതൽ 60 ദിവസം വരെ ഡിലേ ആയവരെ പറയുന്ന പേരാണ് SMA 1. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 31 ദിവസം മുതൽ 60 ദിവസം വരെയല്ലേ ചോദിച്ചിട്ടുള്ളത് അല്ലേ ക്വസ്റ്റ്യനിൽ? അപ്പോൾ ഇവരെ എന്താ പറയുക? അപ്പോൾ ഇവരെ പറയുന്ന പേര് SMA 1 എന്നാണ്. ഓക്കെ, SMA 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1 മുതൽ 30 ദിവസം വരെയുള്ളവരാണ് SMA 0 എന്ന് വിളിക്കുന്നത്. 31 മുതൽ 60 ദിവസം വരെയുള്ളവരെ വിളിക്കുന്നത് എങ്ങനെയാണ്? സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 1 എന്നാണ് കേട്ടോ. ഇനി 61 മുതൽ 90 ദിവസം വരെ ഡിലേ ആയവർ, അവരെന്താ വിളിക്കുക? SMA 2 എന്നാണ് വിളിക്കുക. അവരെന്താ വിളിക്കുക? SMA 2 എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. SMA 0 എന്താണ്? SMA 0 1 to 30 days കേട്ടോ. എന്നാൽ 30 to 31 തൊട്ടിട്ട് 60 വരെ, 60 വരെയുള്ളതിന് SMA 1 എന്ന് പറയും കേട്ടോ. ഇനി 61 to 90 ആണെങ്കിലോ, 90 ആണെങ്കിലോ SMA 2. ഇനി 90യുടെ മുകളിലാണെങ്കിലോ, അപ്പോൾ അവരെ നമ്മൾ വിളിക്കുക നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ് കേട്ടോ. ഇനി നോൺ പെർഫോമിംഗ് അസറ്റിൽ 3 കാറ്റഗറി ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. അതായത് നോൺ പെർഫോമിംഗ് അസറ്റിൽ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, ഡൗട്ട്ഫുൾ അസറ്റ് ഉണ്ട്, ലോസ് അസറ്റ് ഉണ്ട്. എങ്ങനെയാണ് സംഭവം? ഇവിടെ SMA 0, SMA 1, SMA 2. ആദ്യം സ്റ്റാൻഡേർഡ് അസറ്റ് 2 ഉണ്ട്, റെഗുലറും ഉണ്ട്, സ്ട്രെസ്ഡും ഉണ്ട്. റെഗുലർ നോർമലി അടവൊക്കെ കറക്റ്റ് നടക്കുന്നുണ്ട്. സ്ട്രെസ്ഡ് 1 to 90 ഡേയ്സ് ഇങ്ങനെ ചാഞ്ചാട്ടം വന്നു തുടങ്ങി. ആ സ്ട്രെസ്ഡിനെ 3 തരംതിരിക്കുന്നു: SMA 0, SMA 1, SMA 2. SMA 0 1 to 30 days ഡിലേ, SMA 1 31 to 60 days ഡിലേ, SMA 2 എന്താണ്? 60 to 90 days ഡിലേ. എന്താ ഈ SMA? സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് കേട്ടോ. അതായത് അടവ് മുടങ്ങി തുടങ്ങിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോ. എപ്പോൾ വേണമെങ്കിലും NPA ആവും ഇവർ. അപ്പോൾ ഒരു നോട്ടം ബാങ്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ് SMA കൊണ്ടുവന്നത് കേട്ടോ. അടുത്തത് നോൺ പെർഫോമിംഗ് അസറ്റ് മാറണമെങ്കിൽ 90 ദിവസം കഴിഞ്ഞ എല്ലാം നോൺ പെർഫോമിംഗ് അസറ്റായി. അവരെ തന്നെ 3 കാറ്റഗറി ഉണ്ട്. ലോസ് അസറ്റിലേക്ക് മാറാൻ പോകുന്ന ആൾക്കാർ, ലാസ്റ്റ് ലോസ് അസറ്റ് അല്ലേ? അപ്പോൾ അത് നോക്കാം. 3 ആൾക്കാരുണ്ട്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ഉണ്ട്, ഡൗട്ട്ഫുൾ ഉണ്ട്, ലോസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ് പോയിട്ട് പിന്നെ അതായത് NPA ആയി മാറി കേട്ടോ. അപ്പോൾ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NPA ഫോർ അപ് ടു 12 months, അപ് ടു 12 months വരെ കേട്ടോ. 12 months വരെയാണെന്ത്? സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. 90 days കഴിഞ്ഞ് 12 മാസം വരെ. 90 ദിവസം കടന്ന NPA ആയി. അപ്പോൾ 90 ദിവസം കഴിഞ്ഞ് പിന്നെയുള്ള 12 മാസം, 90 ദിവസം കഴിഞ്ഞ് പിന്നെയുള്ള 12 മാസം വരെ അവർ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന കാറ്റഗറിയിലാണ് പെടുത്തുക കേട്ടോ. ഓക്കെ, എങ്ങനെയാ? സബ് സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് ആൻ അസറ്റ് വിച്ച് ഹാസ് റിമൈൻഡ് ഇൻ NPA കാറ്റഗറി ഫോർ എ പീരിയഡ് ഓഫ് അപ് ടു 12 months. പ്രത്യേകം ശ്രദ്ധിക്കണം. ആഫ്റ്റർ ദ ഇനീഷ്യൽ ഓവർഡ്യൂ പീരിയഡ് ഓഫ് 90+ days. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ആ 90+ days കഴിഞ്ഞിട്ടുള്ള 12 monthsനാണ് ഇവിടെ പറയുക കേട്ടോ. ഓക്കെ, അതിനെയാണ് ഈ സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുക. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട്ഫുൾ അസറ്റ് എപ്പോഴാണ് ആവുക? ഡൗട്ട്ഫുൾ അസറ്റ്
12 മാസത്തിൽ കൂടി. ഡൗട്ട്ഫുൾ അസറ്റ് ഈസ് ആൻ അസറ്റ് വിച്ച് ഹാസ് റിമൈൻഡ് ഇൻ ദ സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറി ഫോർ എ പീരീഡ് ഓഫ് മോർ ദാൻ 12 months. 12 monthsൽ കൂടുതലായി 12 monthsൽ കൂടുതലായാൽ അവരെന്തായി? ഡൗട്ട്ഫുൾ അസറ്റായി മാറി കേട്ടോ. NPA എങ്ങനെയാണ് ഡൗട്ട്ഫുൾ അസറ്റായിട്ട് കണക്കാക്കുക? ഡൗട്ട്ഫുൾ അസറ്റ് ആവണമെങ്കിൽ അവർ 12 months കടന്നു, 12 months കഴിഞ്ഞു. മറ്റത് 90 days കഴിഞ്ഞ് 12 മാസം അതിൻ്റെ ഉള്ളിൽ കടന്ന സബ്സ്റ്റാൻഡേർഡ് അസറ്റായി. ഇനി 12 മാസവും കടന്നു കഴിഞ്ഞാൽ അവരെന്തായി മാറി? ഡൗട്ട്ഫുൾ അസറ്റ്. ഇനിയിപ്പോൾ കിട്ടുമെന്ന് ശങ്കയുണ്ട്, കാരണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അവരെയാണ് എന്തു പറയുക? ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയുക. ഇനിയുള്ള കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലോസ് അസറ്റാണ് കേട്ടോ. ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ നോൺ റിക്കവറബിൾ ആണ്. ലോസ് അസറ്റ് എങ്ങനെയാണ്? നോൺ റിക്കവറബിൾ ആണ്, കാരണം ലോസ് അസറ്റ് ഇനി കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ, ലോസ് അസറ്റ് ഈസ് ആൻ അസറ്റ് വേർ ലോസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈ ചെയ്യും. ആരാ ഐഡൻറ്റിഫൈ ചെയ്യുക? ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ RBI ഇതുപോലെ ആൾക്കാരെ വെക്കും, അവരായിരിക്കാം. അപ്പോൾ ബട്ട് ദ എമൗണ്ട് ഹാസ് നോട്ട് ബീൻ ഫുള്ളി റിട്ടേൺ ഓഫ് ചെയ്യാൻ പറ്റുമോ? ബുക്സിൽ നിന്ന് റിട്ടേൺ ഓഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരെന്ത് ചെയ്യും? ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും കേട്ടോ. ഓക്കെ, ലോസ് അസറ്റ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവർ സാങ്ഷൻ ചെയ്യണം. അപ്പം മാത്രമാണ് എന്ത് ചെയ്യുക? അത് ലോസ് അസറ്റ് ആണെന്ന് പരിഗണിക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ RBIയുടെ ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കാം, ബാങ്കിൻ്റെ ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കാം, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആയിരിക്കാം, അവർ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അത് ലോസ് അസറ്റായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡൗട്ട്ഫുൾ അസറ്റ് പഠിച്ചു. മോർ ദാൻ 12 months ഉള്ളവരാണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പഠിച്ചു. ഈ ഡൗട്ട്ഫുൾ അസറ്റിനെ 3 തരംതിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആകെ കുഴഞ്ഞു പോയോ എന്ന് എനിക്കറിയില്ല, ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. ഡൗട്ട്ഫുൾ അസറ്റിനെ 3 തരംതിരിക്കും: DA1, DA2, DA3. അതിനുശേഷം ഈ DA3 ആവണതാണ് ആര്? ലോസ് അസറ്റായി മാറുക കേട്ടോ. അപ്പോൾ DA1 ഉള്ളത് NPA അക്കൗണ്ട് വിച്ച് റിമൈൻസ് ഇൻ ഡൗട്ട്ഫുൾ കാറ്റഗറി 1 വർഷം. ഈ ഡൗട്ട്ഫുൾ കാറ്റഗറിയുടെ ഉള്ളിൽ 1 വർഷം കിടന്നാൽ അവർ DA1 ആയി. 1 വർഷത്തിന് 3 വർഷത്തിൻ്റെ ഉള്ളിൽ 1 to 3 years, 1 മുതൽ 3 വരെ കിടന്നാൽ DA2 ആയി. NPA അക്കൗണ്ടിനുള്ളിൽ 3ന് മോർ ദാൻ 3 years ആയാൽ അവരാരായി? ഡൗട്ട്ഫുൾ അസറ്റ് 3. അതായത് പിന്നെ അവർ ഡൗട്ട്ഫുൾ അസറ്റ് 3 കഴിഞ്ഞാൽ പിന്നെ അത് അക്കൗണ്ട് വിൽ റിമെയിൻ ആരാണ്? കാറ്റഗറി ടിൽ ഇറ്റ് ഈസ് ക്ലോസ് ചെയ്യും. എന്നിട്ട് ലോസ് അസറ്റ് കാറ്റഗറിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക കേട്ടോ. ക്ലോസ് ചെയ്തിട്ട് എന്താ ചെയ്യുക? ലോസ് അസറ്റ് കാറ്റഗറിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു ഭാഗം NPA വളരെ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കൂടുതൽ പറഞ്ഞത്. ഇനി നമുക്ക് തന്നെ പറഞ്ഞിരുന്നാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. സോ നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. മാൻഡേറ്റ് നോക്കാം കേട്ടോ. മാൻഡേറ്റ് നോക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. മാൻഡേറ്റ് എന്താണ്? മാൻഡേറ്റ് എ പ്രോമിസ് ടു പേ ലോൺ കൊടുക്കാം എന്നുള്ള പ്രോമിസ് ആണോ? അല്ല. ആൻ ഓർഡർ ഓഫ് ദ ബാങ്ക് ടു ദ കസ്റ്റമർക്ക് കൊടുക്കാൻ ഓർഡർ ആണോ? അതോ ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട് നൺ ഓഫ് ദി അബോവ്. ഇതിലൊന്നും അല്ല എന്നാണ്. അതായത് എന്താണ് മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ? ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ്. ആളിപ്പോൾ സ്ഥലത്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു മാൻഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ആളാണ് എന്ത് ചെയ്യുക? ഓപ്പറേറ്റ് ചെയ്യുക കേട്ടോ. മാൻഡേറ്റ് കൊടുത്താൽ ബാങ്കിന് നമ്മളൊരു മാൻഡേറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അതോറിറ്റി കൊടുക്കും. പ്രിൻസിപ്പൽ ഏജൻറ്റിന് അതോറിറ്റി കൊടുക്കുകയാണ് അയാളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുവാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, മാൻഡേറ്റാണ് നമ്മുടെ മാൻഡേറ്റ് വളരെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് അധികാരങ്ങളും എല്ലാം കൈമാറണം കേട്ടോ. ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട് ചില ക്ലോസുകൾ മാത്രമാണ് അതോറിറ്റി കൊടുക്കുന്നത് കേട്ടോ. പവർ ഓഫ് അറ്റോണി ഇതുപോലെ ചോദിക്കാറുള്ളതാണ്. പവർ ഓഫ് അറ്റോണി മാൻഡേറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ആ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. ആൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജൻറ്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട് ആണ് മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഗാർണിഷി ഓർഡറാണ്. ഗാർണിഷി ഓർഡർ വളരെ കുറച്ച് സംസാരിക്കാൻ, അതായത് പഠിക്കാനും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഗാർണിഷി ഓർഡർ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം ഗാർണിഷി ഓർഡർ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഗാർണിഷി ഓർഡർ ആരാണ് പിന്നെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഗാർണിഷി ഓർഡർ പോലീസ് ഓഫീസറാണോ, റവന്യൂ അതോറിറ്റീസ് ആണോ, അതോ സിവിൽ കോടതികളാണോ, ഇൻ്റലിജൻറ്റ് ബ്യൂറോകളാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗാർണിഷി ഓർഡർ ആരാണ്? സിവിൽ കോർട്ടാണ് കൊടുക്കുക കേട്ടോ. കോടതിയാണ്, സിവിൽ കോടതികളാണത്
ഉത്തരവ് പുറപ്പെടുവിക്കുക. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി പറഞ്ഞിട്ടുള്ളത് അണ്ടർ ഫാം മെക്കനൈസേഷൻ സ്കീമാണ് ലോൺ കൊടുക്കുന്നത് എന്തിനാണെന്ന്. ഫാം മെക്കനൈസേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫാം മെക്കനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് മെക്കാനിസംസ് ആണ് അല്ലേ, മെക്കാനിസംസുമായി ബന്ധപ്പെട്ടതാണ് ഫാം മെക്കനൈസേഷൻ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അതായത് ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് എന്ത് ചെയ്യുക, ഫാം മെക്കനൈസേഷൻ സ്കീമിൽ ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. ഈ ഫാം എക്യുപ്മെൻ്റ് ഒക്കെ വാങ്ങില്ലേ, അപ്പോൾ അതിലുണ്ട് ഓപ്ഷൻ സി കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് ഓഫ് ഫാം എക്യുപ്മെൻറ്റുകൾ വാങ്ങിക്കാനാണ് ഇതിൽ ലോൺ കൊടുക്കുക. ഇറിഗേഷൻ ഫെസിലിറ്റീസിനല്ല, കൾട്ടിവേഷൻ എക്സ്പെൻസ് അല്ല, ഡിഗ്ഗിങ് വോൾസ് അല്ലെങ്കിൽ വെൽസ് കുടിക്കാനൊന്നും അല്ല, കിണർ കുഴിക്കാനൊന്നും അല്ല കൊടുക്കുക. ഫാമിൻ്റെ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാനാണ് മെക്കനൈസേഷൻ സ്കീം. എല്ലാം നമ്മുടെ KCC പോലത്തെ സംഭവമല്ലേ, അതിലൊക്കെ ബാങ്കുകൾ ആ ഒരു രീതിക്ക് ഫാം മെക്കനൈസേഷൻ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാം എക്യുപ്മെൻറ്റുകൾ പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ഗാർണിഷ് ഓർഡർ അടുത്ത ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇക്കുറി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റുകളും നിങ്ങൾ ഒന്നൊഴിയാതെ ഇടവിട്ട് 2 പ്രാവശ്യമൊക്കെ കേട്ട് നന്നായിട്ട് നോട്ട് എഴുതി കോളം വരച്ച് വെക്കണം. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ ഫലം ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഒരു പ്രാവശ്യം കേട്ടു പോവരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ഹെഡിങ് എഴുതി അതൊക്കെ കോളം വരച്ച് കൊടുക്കുക കേട്ടോ. കോളം വരച്ച് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് 2 പ്രാവശ്യം വായിച്ച് അതിലത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നോട്ട് നമ്മൾ നമ്മുടെ ലോയുടെ ഗ്രൂപ്പിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസിൻ്റെ നോട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫോൾഡർ വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക്